ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ്. സ്വർണക്കൊള്ള കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് CBI കേരള ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI നിലപാട് അറിയിച്ചു. സ്വർണമോഷണത്തിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് കേസിലുള്ള ബന്ധവും സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കേസ് ഏറ്റെടുക്കാൻ CBI സന്നദ്ധത അറിയിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ CBI കൂടി അന്വേഷണം ഏറ്റെടുക്കുന്നത് കേസിന് ശരിക്കും ദേശീയ ശ്രദ്ധ നൽകും. നിലവിൽ കേരള ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിന് വേഗത പോരാ എന്ന വിമർശനവും കോടതിക്കുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം EDക്ക് കേസ് രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ നോക്കിയാൽ CBIയെ കൂടി കേസ് ഏൽപ്പിക്കാനും സാധ്യത തെളിയുന്നുണ്ട്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിൽ അന്തർ സംസ്ഥാന മാഫിയയ്ക്കും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്കും ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് CBI ഹൈക്കോടതിയിൽ എത്തിയത്. അന്താരാഷ്ട്ര കണ്ണികളെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ് എങ്കിൽ കേസ് ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് CBI കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെയും കൊല്ലം വിജിലൻസ് കോടതിയുടെയും ഇടപെടലിലൂടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങളുടെ സർട്ടിഫൈഡ് പകർപ്പ് സ്വന്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന് തയ്യാറായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളുടെ FIRകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പാണ് ED ആവശ്യപ്പെട്ടിരുന്നത്. ഇവ നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി C മോഹിത് ഉത്തരവിടുകയും ചെയ്തു. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലാണ് എന്നും ഇടനില നിന്നാണ് തട്ടിപ്പ് നടത്തിയത് എന്നുമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും ചെന്നൈ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വ്യാപാരികളും പോറ്റിയുടെ ഇടനിലയിലെ കണ്ണികളായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഗോവർദ്ധൻ പോറ്റി വഴി 1.5 കോടി രൂപയാണ് നൽകിയത്. സമാനമായ രീതിയിൽ ചെന്നൈ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വ്യാപാരികളും പോറ്റി വഴി ബോർഡിന് പണം നൽകി. ഇതിൽ വ്യവസായികൾ നൽകിയ പണം പോറ്റി വകമാറ്റി പലിശയ്ക്ക് നൽകി പണം സമ്പാദിച്ചു. തിരുവനന്തപുരത്ത് വിഗ്രഹ തട്ടിപ്പിനായി ഡി മണി എന്ന തമിഴ് സംഘം എത്തിയതായി ഒരു വ്യവസായിയുടെ മൊഴിയുണ്ട്. ഒരു വാഹനം നിറയെ പണവുമായാണ് സംഘം എത്തിയത് എന്നും പറയപ്പെടുന്നു. അതേസമയം ശബരിമലയിലെ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് SITക്ക് ഇപ്പോഴും വിവരമില്ല. തങ്കം പൊതിഞ്ഞ പാളികൾ ഒരുക്കിയെന്നാണ് പ്രതികൾ SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ മൊഴി SIT വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ റൊദാം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്നും SIT പറയുന്നുണ്ട്. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന FSL റിപ്പോർട്ടിനായുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. ഇത് ലഭിച്ചാൽ മാത്രമേ കേസിന്റെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകൂ എന്നാണ് കരുതുന്നത്. VSCയുടെ സഹായത്തോടെയാണ് സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നും സ്പോൺസർ എന്ന നിലയിൽ 2019 മുൻപ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുമാണ് ഗോവർദ്ധന്റെ ഹർജിയിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 400 ഗ്രാമിൽ അധികം സ്വർണം ലഭിച്ചിരുന്നുവെന്നും ഇത് ശബരിമലയിലെ സ്വർണമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ DDയായി 10 ലക്ഷവും 10 പവന്റെ മാലയും ശബരിമലയിലേക്ക് സംഭാവന നൽകിയതായും ഗോവർദ്ധൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആകെ 1.5 കോടിയിലധികം രൂപ ശബരിമലയിലേക്ക് നൽകിയെന്നും തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകില്ലായിരുന്നുവെന്നും ഹർജിക്കാർ പറയുന്നുണ്ട്. എന്നാൽ ശബരിമലയിലെ സ്വർണമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ സ്വർണം കൈക്കലാക്കിയത് എന്നും ഈ സ്വർണം ആർക്ക് മറിച്ചു വിറ്റുവെന്നത് അന്വേഷിക്കുകയാണ് എന്നും SIT വ്യക്തമാക്കുന്നു. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. ഗോവർദ്ധന്റെ പക്കലുള്ള സ്വർണം ശബരിമലയിലേത് അല്ല എന്ന നിഗമനം SITക്കുമുണ്ട്. ഗോവർദ്ധൻ സ്വർണം നൽകിയത് അന്വേഷണത്തിന്റെ വഴിതെറ്റിക്കാനാണ് എന്നും SIT കരുതുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, വിജയകുമാർ എന്നിവരെ SIT വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട്. ഇവരുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ തെളിവ് ലഭിച്ചുവെങ്കിൽ മാത്രമേ അറസ്റ്റ് നടക്കൂ. അതിനിടെ ശബരിമലയിലെ സ്വർണം കവർന്ന കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഈ ഉദ്യോഗസ്ഥർ ഇടപെടൽ തുടരുകയാണ് എങ്കിൽ
അവരുടെ പേരുകൾ പരസ്യമായി വെളിപ്പെടുത്താൻ താൻ നിർബന്ധിതനാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ശബരിമലയിലെ സ്വർണം കവർന്ന കേസിൽ നിലവിലെ അന്വേഷണം മന്ദഗതിയിലാണ് എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധപൂർവമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നും പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചതാണ്.